രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെ ഫേസ്ബുക്കിൽ പ്രതികരിച്ച നാടൻ പാട്ട് കലാകാരന് സംഘ് പരിവാറിന്റെ വിലക്ക്. എറണാകുളം നെടുമ്പാശ്ശേരി സ്വദേശി പ്രശാന്ത് പങ്കനാണ് വിലക്ക് നേരിടുന്നത്. ബുക്ക് ചെയ്തിരുന്ന പരിപാടികളിൽ നിന്ന് പ്രശാന്തിനെയും സംഘത്തെയും ക്ഷേത്ര ഭാരവാഹികൾ ഒഴിവാക്കി. സംഘ് പരിവാറുകാർ സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടും ഭീഷണിപ്പെടുത്തുന്നതായും പ്രശാന്ത് പറയുന്നു. മതേതര മൂല്യങ്ങൾക്കേറ്റ ക്ഷതം എത്ര അക്ഷതം വിതരണം ചെയ്താലും മാറില്ല. കുടിയിരുത്തപ്പെടുന്ന രാമൻ ഗാന്ധിയുടെ രാമനല്ല, ഗോഡ്സെയുടെ രാഷ്ട്രീയ രാമനാണ്. ഇങ്ങനെയായിരുന്നു ജനുവരി 22-ന് പ്രശാന്ത് തൻ്റെ FB പേജിൽ കുറിച്ചത്. ഇതിനെതിരെ വലിയ ആക്രമണമാണ് സംഘപരിവാർ സംഘടനകളിൽ നിന്ന് ഉണ്ടായതെന്നാണ് പ്രശാന്ത് പറയുന്നത്. ഞങ്ങൾ ഹിന്ദു വിരുദ്ധരാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് ഇനി ക്ഷേത്രങ്ങളിൽ പ്രോഗ്രാം കൊടുക്കരുതെന്നുള്ള നിലയ്ക്ക് എൻ്റെ പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കുറേ ഗ്രൂപ്പുകളിലൂടെ ഷെയർ ചെയ്യപ്പെട്ടു. കുറേ ആളുകൾ ഫോണിൽ വിളിച്ചിട്ട് ഇനി മുതൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇനി പ്രോഗ്രാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കേണ്ട, ഞങ്ങൾ ഇടപെട്ടത് വിലക്കും, പരിപാടി ചെയ്യാനുള്ള അവസരം ഇനി ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ടീമിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആ നിലയിൽ തടസ്സപ്പെടുത്തും എന്നുള്ള നിലയ്ക്ക് ഒരു ഭീഷണി സ്വരത്തോടു കൂടി അങ്ങനെ ഒരു സംസാരമുണ്ട്. ബുക്ക് ചെയ്തിരുന്ന പരിപാടികളിൽ നിന്ന് തന്നെയും നാട്ടുപൊലിമ എന്ന സംഘത്തെയും ക്ഷേത്ര ഭാരവാഹികൾ ഒഴിവാക്കിയെന്നും പ്രശാന്ത് പറയുന്നു. രാവിലെ അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹി വിളിച്ചിട്ട് ഇങ്ങനെ ആ പരിപാടി അവിടെ നടത്തുന്നതിൽ എതിർപ്പുണ്ട്, പരിപാടി നടത്തിയാൽ അവിടെ ഒരു സംഘർഷത്തിനുള്ളൊരു സാധ്യത ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയതുകൊണ്ട് അത് നടത്താൻ സാധിക്കില്ല എന്നുള്ള നിലയ്ക്ക് ഒരു പോസ്റ്റർ അവർ തയ്യാറാക്കി അവരുടെ ഗ്രൂപ്പുകളിൽ ഇതിൻ്റെ കാരണം പറഞ്ഞു. അപ്പോൾ അതിനകത്ത് എന്നെ ദേശദ്രോഹി എന്നുള്ളൊരു വാക്ക് ചേർത്തിട്ടാണ് എന്നെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിൽ എനിക്കെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കിയത്. ഭീഷണിക്കും സൈബർ ആക്രമണത്തിനുമെതിരെ പ്രശാന്ത് നെടുമ്പാശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. റിനു ശ്രീധർ, മീഡിയ 1, കൊച്ചി.